ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിൽ വളരുക എന്ന വിഷയത്തെക്കുറിച്ച് നാം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ പഠനം നമുക്ക് തുടരാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നാം വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് വളരുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടും ചേർന്ന് വളരുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ ക്ലാസ്സിൽ, ഈ സന്ദേശത്തിൽ ചുരുക്കമായിട്ടാണെങ്കിലും ദൈവസഭയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ആദ്യം നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വീണ്ടും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കാം. ഈ വാക്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവസഭയിലാണ് പുതുതായി ജനിച്ച ഒരാള് വളരേണ്ടത്. വളർച്ചയിൽ സഭയ്ക്ക് ഒരു നിർണായക പങ്കുണ്ട് എന്ന് ഈ ക്ലാസ്സുകളിൽ, ഈ സന്ദേശങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ചർച്ച് ഈസ് എ പ്ലേസ് ടു ലേൺ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. പ്രായോഗിക ക്രിസ്തീയ ജീവിതം നാം അഭ്യസിക്കുന്ന, നാം പഠിക്കുന്ന സ്ഥലം സഭയാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തത്. രക്ഷിക്കപ്പെട്ടവർ സഭയോട് ചേർന്നതും ചേർക്കുന്നതും ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നാം പരിശോധിച്ചതാണല്ലോ. സഭയെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് സഭ. സഭ അടുത്ത കാലത്ത് എങ്ങാണ്ട് ഉണ്ടായതല്ല. സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉണ്ടായി. അങ്ങനെ ഒരു ആധുനിക ഡെവലപ്മെന്റ്. നമുക്ക് പരിചയമുള്ള പല സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് എത്ര കൊല്ലം പഴക്കമുണ്ട് എന്നൊക്കെ അന്വേഷിച്ചാൽ വളരെ കുറച്ച് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സഭയുടെ പാരമ്പര്യവും ആ സഭയുടെ പഠിപ്പീരുകളും ഒക്കെയാണ് നമ്മൾ അനുവർത്തിക്കുന്നതെങ്കിൽ അതേക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം. ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമാണ് സഭ എന്ന് പറയുന്നത്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തണമെന്നുള്ളത് അനാദികാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി
ദൈവം നടപ്പിലാക്കിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 15:14 വായിക്കുമ്പോൾ ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തു. ഈ ഭൂമിയൊക്കെ ദൈവത്തിൻ്റെതായിരുന്നെങ്കിലും മനുഷ്യനെ ദൈവം കൂട്ടായ്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിലും ചരിത്രത്തിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അടക്കി വാഴുന്നതിനായിട്ട് ഏൽപ്പിച്ച മനുഷ്യൻ അതെല്ലാം കൊണ്ടുപോയി പിശാചിന്റെ കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് ഇന്ന് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അങ്ങനെ കിടക്കുന്ന ലോകത്തിൽ നിന്ന് ദൈവം തന്റെ നാമത്തിനായിട്ട് തനിക്കായിട്ട് ഒരു ജനത്തെ, ഒരു ജാതിയെ വിളിച്ച് വേർതിരിച്ചു. ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. പഴയ നിയമത്തില് ലോകത്തിലുണ്ടായിരുന്ന ജനതകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ ദൈവം ഒരു പുരോഹിത രാജത്വമായിട്ട്, ഒരു നിക്ഷേപമായിട്ട് തനിക്ക് തന്നെ വിളിച്ച് വേർതിരിക്കുന്നതാണ് പഴയ നിയമത്തിന്റെ ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി 15:14 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. യെരുശലേം കൗൺസിൽ കൂടിയപ്പോൾ അവിടെ ഉണ്ടായ സംഭാഷണത്തിൽ പങ്കെടുത്ത അപ്പോസ്തലന്മാര് ഉപയോഗിച്ച ഒരു സെന്റൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ദൈവം തനിക്കായിട്ട്, തന്റെ നാമത്തിനായിട്ട് ഈ ലോകജാതികളുടെ ഇടയിൽ നിന്ന് ഒരു ജനത്തെ, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആളുകളെ എടുത്തു, വിളിച്ച് വേർതിരിച്ചു. എഫേസ്യ ലേഖനം 2:22 നമ്മൾ വായിക്കുന്നത് അവനിൽ നിങ്ങളെയും ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ നമ്മളെയും ഇതിൽ പങ്കാളികളാക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. ആ ദൈവത്തിന്റെ കരുണയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഈ സഭയെന്ന് പറയുന്നത് ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയിൽ അനാദികാലം മുതൽ ദൈവഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. അത് എക്സിക്യൂട്ട് ചെയ്തത്, നടപ്പിലാക്കിയെടുത്തത് പുത്രനായ യേശു ക്രിസ്തുവാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലേക്ക് പോയപ്പോൾ അവിടുന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ, നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ ദൈവത്തിന്റെ പുത്രനെ, ഏകജാതനായ പുത്രനെയാണ് അയച്ചത്. സോ ദ പ്ലാൻ ഓഫ് ഗോഡ് വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ സൺ. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലിരുന്ന ആ പദ്ധതി നടപടിയിലാക്കിയത്, അതിന് വേണ്ട വില കൊടുത്തത്, അതിന് മുതൽ മുടക്കിയത് പുത്രനായ യേശു ക്രിസ്തുവാണ്. ആൻഡ് വർക്ക്ഡ് ഔട്ട് ആൻഡ് കണ്ടിന്യൂഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പുത്രൻ അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ബോധം വരണം. ഈ തേജസ്സുള്ള സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അനേകരുടെ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ഹൃദയങ്ങളിൽ മൂടുപടം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് മൂടുപടം നീക്കി കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം നീങ്ങിപ്പോകുന്നത്. ആ മൂടുപടം എടുത്ത് നമ്മളെ കർത്താവിലേക്ക് തിരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തി കർത്താവിന്റെ മണവാട്ടിയാക്കി നമ്മളെ മാറ്റുന്ന ആ ജോലി പരിശുദ്ധാത്മാവാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ സഭ പണിയുന്ന കാര്യത്തിൽ വളരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് നാം വായിക്കുന്ന പ്രകാരം നമ്മെ സ്വർഗത്തിൽ എത്തിക്കുവാൻ, നിത്യതയിൽ എത്തിക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറന്നു പോകരുത്. പുത്രൻ അതിനുവേണ്ടി മുതൽ മുടക്കിയത് കൊണ്ടാണ് നമ്മൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തില് എന്റെ സഭ എന്ന് വായിച്ചത്. ഞാൻ എന്റെ സഭയെ പണിയും. യേശുവാണ് അതുകൊണ്ട് സഭയുടെ സ്ഥാപകൻ, യേശുവാണ് സഭയുടെ അടിസ്ഥാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വചനത്തിൽ നിന്ന് കൃത്യമായിട്ട് തെളിയിക്കുവാനായിട്ട് സാധിക്കും. പലരും വേറെ അടിസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും 1 കൊരിന്ത്യർ ലേഖനം 3:11 നാം വായിക്കുന്നത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുവാണ് സഭയുടെ സ്ഥാപകൻ, ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം, ക്രിസ്തുവാണ് സഭയുടെ തല, അവനാണ് എല്ലാറ്റിന്റെയും നിറവ്. സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അവൻ തന്റെ കൃപയാൽ നമ്മളെയും ഈ പദ്ധതിയിൽ പങ്കാളികളാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, നീതീകരിച്ചു, തേജസ്സിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ അനുദിന പരിപാടി, പ്രവർത്തന ശൈലി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. നാം ഇതിനു മുമ്പ് ചിന്തിച്ചല്ലോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഈ കാര്യങ്ങളിലൊക്കെ ഇട്ടിരുന്നു. അവരെ തന്നെ ആ കാര്യത്തിനായിട്ട് സമർപ്പിച്ചിരുന്നു എന്നാണ് നാം കാണുന്നത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രത്യേക നിർണയപ്രകാരം ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകളാണ് ദൈവസഭ. അതുകൊണ്ടാണ് നാം പുതുതായി ജനിച്ചു,
സഭയിൽ വന്നു, ദൈവം നമ്മളെ ചേർത്തു, നാം സഭയിൽ ചേർന്നു, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി എന്നല്ല നാം പറയുന്നത്. ഇന്ന് സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ധാരാളം സഭകൾ, സഭാ വിഭാഗങ്ങൾ, ഉപദേശങ്ങൾ, വ്യത്യാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, പഠിപ്പീരുകൾ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചും അവരുടെ കൂടിവരവിനെ കുറിച്ചും ഒക്കെ നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ യാക്കോബക്കാരെന്നോ കത്തോലിക്കരെന്നോ ഓർത്തഡോക്സുകാരെന്നോ മാർത്തോമക്കാരെന്നോ CSIക്കാരെന്നോ പെന്തക്കോസ്തുകാരെന്നോ ബ്രദറുകാരെന്നോ ഇവാഞ്ചലിക്കലുകാരെന്നോ സ്വതന്ത്രന്മാരെന്നോ ഒന്നുമല്ല വിളിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളുടെ കൂട്ടായ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പേരാണ് പറയുന്നത്. അതാണോ സഭ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ന് വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ഈ വഴിക്ക് തിരിഞ്ഞ അപ്പോസ്തലന്മാരോട് ചേർന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ 5 എണ്ണമാണ്. ആ 5 പേരുകൾ മനസ്സിലാക്കിയാൽ എന്താണ് ഒരു സഭയിലെ വിശ്വാസിയുടെ ദൗത്യം, അവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഞാൻ 5 പേരുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ശിഷ്യൻ, സഹോദരൻ, വിശുദ്ധൻ, വിശ്വാസി, ക്രിസ്ത്യാനി. ഈ പേരുകളാണ് യേശുവിനെ വിശ്വസിച്ച് യേശു പറഞ്ഞ പ്രകാരം ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെതായി തീർന്ന ജനത്തിന് ആദ്യകാലത്തുണ്ടായിരുന്ന പേരുകൾ. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞതും നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുക എന്നാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ വിശ്വസിച്ച് വന്ന ആളുകളെ ശിഷ്യന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ധാരാളം വാക്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വാക്യങ്ങൾ വേണമെങ്കിൽ എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 19-ാം വാക്യം, 13-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം, 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. 11-ാം അധ്യായത്തിലാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുവരെ ശിഷ്യന്മാരായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. വീണ്ടും നാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവരെ സഹോദരന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 15-ാം അധ്യായത്തിന്റെ 7, 13, 32 വാക്യങ്ങളിലൊക്കെ സഹോദരന്മാർ എന്ന പ്രയോഗമാണ് നാം കാണുന്നത്. മറ്റൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധന്മാർ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 9-32, 26-10 ഒക്കെ വായിക്കുമ്പോൾ വിശ്വസിച്ച് വന്ന ആളുകളെ വിശുദ്ധന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ന് നമുക്ക് സഭയിലിരിക്കുന്നവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കുവാൻ പലപ്പോഴും മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലേഖനങ്ങളൊക്കെ വായിച്ചാൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. 4-മതായിട്ട് വിശ്വാസികൾ എന്ന് വിളിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-44, 4-32 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വസിച്ചവരെ വിശ്വാസികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തി 11-26 ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. ക്രിസ്ത്യാനികൾ എന്നുള്ള പദം വീണ്ടും ബൈബിളില് 1 പത്രോസ് 4:16 അപ്പോസ്തല പ്രവൃത്തി 26-28 ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിൽ ജനിച്ച് വളരുവാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം ഈ 5 പേരുകൾ ആദ്യമേ പരിചയപ്പെട്ടിരിക്കേണ്ടതാണ്. നമുക്കിന്ന് അറിയാവുന്ന മറ്റു പേരുകളെക്കാൾ ആ പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ ആ പേരിനകത്ത് തന്നെ ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. പെന്തക്കോസ്, ബ്രദർ, ഓർത്തഡോക്സ് എന്നൊക്കെ പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം അതിനകത്ത് കിടപ്പുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച പദങ്ങളും. ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഗുരുവായിട്ടുണ്ട്. അവനാണ് നമ്മുടെ മാതൃക. അവന്റെ ശിഷ്യനായി തീരുവാൻ യേശുക്രിസ്തു ശിഷ്യത്വത്തെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, കോൾ ടു ഡിസൈപ്പിൾഷിപ്പ്, ഡിസൈപ്പിൾ ആകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സഭയിലുള്ള ആളുകൾ ശിഷ്യന്മാരായിട്ടാണ് ഇരിക്കേണ്ടത്. രണ്ടാമത്, കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ നാം ഒരു ഭവനത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പിതാവായ ദൈവമുണ്ട്, നമുക്ക് സഹോദരന്മാരുണ്ട്.
അതുകൊണ്ടാണ് സഹോദരന്മാർ. ഇപ്പൊ ശിഷ്യനാണെങ്കിൽ നാം പഠിക്കുന്നവനും ഒരു ഗുരുവിനെ അനുഗമിക്കുന്നവരുമായിരിക്കണം. സഹോദരന്മാരാണെങ്കിൽ നമുക്ക് സഹോദര്യ സ്നേഹം വേണം. വെറുതെ ബ്രദറെ എന്ന് വിളിച്ചാൽ മാത്രം പോരാ. ആവശ്യങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഒക്കെ പരസ്പരം സഹോദരി സഹോദരന്മാരെ പോലെ തന്നെ പെരുമാറേണ്ടതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ അങ്ങനെ പെരുമാറിയിരുന്നു എന്നാണ് 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവര് എല്ലാവരും ഒരുമിച്ചിരുന്നു, എല്ലാം പൊതുവകയായിരുന്നു, അവർ പങ്കിട്ടു. സഹോദരി സഹോദരന്മാരെ പോലെ, ഏകോദര സഹോദരന്മാരെ പോലെയാണ് അവര് ജീവിച്ചതെന്നുള്ളത് കൊണ്ട് അവരെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏറ്റവും അർത്ഥപൂർണമാണ്. മൂന്നാമതായിട്ട് അവരെ വിശുദ്ധന്മാർ എന്ന് വിശേഷിപ്പിച്ചത് അവരെല്ലാം അശുദ്ധിയും വിട്ട് വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന വിളി കേട്ട് ഈ ലോകത്തിലെ എല്ലാ അശുദ്ധികളെയും പാപത്തെയും തിന്മയെയും വിട്ട് വിശുദ്ധനായ കർത്താവിന്റെ പിന്നാലെ അവന്റെ വിശുദ്ധി പ്രാപിക്കുന്നതിനായിട്ട് എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി വിശുദ്ധിയെ തികയ്ക്കുന്നതിനായിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് വിശുദ്ധന്മാരെന്നുള്ള പേരുണ്ടായത്. വിശ്വാസികൾ എന്നുള്ള പേരുണ്ടായത് അവര് കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശു ദൈവപുത്രനാണെന്നും യേശു മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയെന്നും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നെന്നും ഈ ഒരു പുതിയ കാര്യം വിശ്വസിച്ചത് കൊണ്ടാണ് അവരെ വിശ്വാസികൾ എന്ന് വിളിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പേരുകൾക്കകത്തെല്ലാം നമുക്ക് ദൗത്യം, ഉത്തരവാദിത്വം കിടപ്പുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. നാം ഒരു ശിഷ്യനാകണം, നാം സഹോദരനാകണം, സഹോദരിയാകണം, വിശുദ്ധന്മാരാകണം, വിശ്വാസികളാകണം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വിശ്വസിക്കുവാൻ, ചാരാൻ, ആശ്രയിക്കുവാൻ ഉറപ്പുള്ള ഒരു സങ്കേതം നമുക്ക് യേശുവിലുണ്ട്, ദൈവത്തിലുണ്ട്. ആൻഡ് ഫൈനലി 5-മതായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു അകത്തുള്ളവൻ എന്നാണ്. ഒരു മെഴുകുതിരി നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിനകത്തിരിക്കുന്ന തിരിയാണ്. തിരിയില്ലെങ്കിൽ അത് വെറും ഒരു മെഴുക് കട്ടയായിട്ട് പോവുക ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിക്കുന്നിടത്തോളം സുപ്രധാനമായിട്ടുള്ള കാര്യം ക്രിസ്തു അവനിൽ ഉണ്ട് എന്നുള്ളതാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ എന്ന് നാം കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തു ഉള്ളവനായിട്ട് മാറുന്നത്. ഇന്നീ പറഞ്ഞ ആളുകളെ ഒന്നും തന്നെ കണ്ടുകിട്ടാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല, നമ്മൾ യഥാർത്ഥ വിശ്വാസിയെ കാണുന്നില്ല, വിശുദ്ധനെ കാണുന്നില്ല, സഹോദരി സഹോദരനെ കാണുന്നില്ല, ശിഷ്യന്മാരെ കാണുന്നില്ല. അതുകൊണ്ട് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അവര് ഒരു ഗുരുവിന്റെ പിന്നാലെ പോകുന്നവരായിരിക്കണം, അവര് സഹോദരന്മാരായിരിക്കണം, വിശുദ്ധന്മാരായിരിക്കണം, അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചവരായിരിക്കണം, ക്രിസ്തു ഉള്ളവരായിരിക്കണം എന്ന് ദൈവം പ്ലാനിട്ടിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിലാണ് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്. ഒരു ശിഷ്യന് എത്ര വേണമെങ്കിലും വളരാം, സഹോദര സ്നേഹത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും വളരാം, വിശുദ്ധിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും വളരാം, വിശ്വാസത്തിൽ നമുക്ക് എത്ര വേണമെങ്കിലും വളരാം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലന്മാരൊക്കെ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടത്. ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് വളർച്ചയുണ്ടാകാം, അവനെ അനുഭവിച്ചറിയുന്നതിൽ, അവനോട് ചേർന്നിരിക്കുന്നതിൽ. അതുകൊണ്ടാണ് മോശയും പൗലോസും ഒക്കെ ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, എനിക്ക് ഇനിയും നിന്നെ അറിയണം, നിന്നോട് അടുത്തിരിക്കണം എന്ന് ആഗ്രഹിച്ചത്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന വളർച്ച സുപ്രധാനമാണ്. അങ്ങനെ നാം ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കുറച്ചുകൂടെ ലളിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വേദപുസ്തകപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ, സഭയെ മറ്റു പലതിനോടും വേദപുസ്തകം, പ്രത്യേകിച്ച് പുതിയ നിയമം, ഉപമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാം പഠിക്കാനായിട്ട് നമുക്ക് സമയം തികയുകയില്ല. എങ്കിലും സഭ എന്തൊക്കെ ആണെന്നുള്ളതിന് ഒരു 10 കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സഭ എന്താണ് എന്ന് അറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെ സഭയിൽ പെരുമാറണം, സഭയുടെ ഗുണം നമ്മൾ എങ്ങനെ എടുക്കണം എന്നത് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ അത് ഉപകരിക്കും. നോയിങ് വാട്ട് ദ ചർച്ച് ഈസ് ഹെൽപ്പ് എ പേഴ്സൺ ടു ബിഹേവ് പ്രോപ്പർലി ഇൻ ദ ചർച്ച്. സഭ എന്താണെന്ന് അറിഞ്ഞാലേ അതിൽ വേണ്ടതുപോലെ പെരുമാറുന്നതിനും അതിന്റെ ഗുണം ശരിയായിട്ട് എടുക്കുന്നതിനും കഴിയുകയുള്ളല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്, സഭ ഒരു കുടുംബമാണ്. ചർച്ച് ഇസ് എ ഫാമിലി. നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാർ
എന്ന കഴിഞ്ഞ സന്ദേശത്തിലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലാണ് ഈ പരാമർശം നമ്മൾ കാണുന്നത്. വിശദീകരണങ്ങൾ ഞാൻ പുറകെ പറയാം. രണ്ടാമതായിട്ട്, സഭ ഒരു കൂട്ടായ്മയാണ്. ഇറ്റ് ഈസ് എ ഫെലോഷിപ്പ്. ഇറ്റ്സ് നോട്ട് ഓൺലി എ ഫാമിലി, ഇറ്റ്സ് ഓൾസോ എ ഫെലോഷിപ്പ്. ഒരു കുടുംബമാണ്. കുടുംബത്തിൽ തന്നെയും പലരും പരസ്പര ബന്ധമില്ലാത്തവരായിട്ട് ഇരിക്കാം എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് കൂട്ടായ്മയുണ്ട്. എല്ലാം കോമൺ ആണ്, പൊതുവാണ്. കൂട്ടായ്മ ആചരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:42 മുതൽ 45 വരെ വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 6:2 വായിക്കുമ്പോഴൊക്കെ ഈ കൂട്ടായ്മയെക്കുറിച്ച്, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനെ കുറിച്ച്, പങ്കിടുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കാം. മൂന്നാമതായിട്ട്, സഭയൊരു ശരീരമാണ്. ഇറ്റ്സ് എ ബോഡി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം ഒരു ശരീരമായി വർത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് വളർച്ച. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12 മുതൽ 31 വരെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ശരീരമായിട്ട് എങ്ങനെയാണ് സഭ പ്രവർത്തിക്കേണ്ടത്. വ്യക്തികളായിട്ട് നമ്മൾ അവയവങ്ങളും, ഒരുമിച്ച് വരുമ്പോൾ ശരീരവും. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ആൻ ഓർഗനിസം എന്ന് വേണമെങ്കിൽ പറയാം. സഭ ഒരു സംഘടനയല്ല. പലപ്പോഴും ഒരു സംഘടനയായിട്ട് അത് ഇരിക്കുന്നെങ്കിൽ അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അതൊരു ശരീരമാണ്, ഒരു ജീവനുള്ള ദേഹമാണ്, ഒരു ശരീരമാണ്. നാലാമതായിട്ട്, സഭ ഒരു കെട്ടിടമാണ്. ഇറ്റ്സ് എ ടെമ്പിൾ, ദൈവാലയം, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെ വായിക്കുമ്പോൾ സഭ എങ്ങനെയാണ് ഒരു കെട്ടിടമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ് എന്നും നാം വായിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട്, സഭ ഒരു പാഠശാലയാണ്, ഒരു സ്കൂളാണ്, ഒരു പഠന കളരിയാണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളും 4-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്, ഒരു സ്കൂളിൽ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടത്. ഒരു ലേണിംഗ്, ടീച്ചിങ് റിലിജൻ ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒരു പാഠശാലയാണ്. ആറാമതായിട്ട്, സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2:25, 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ ഇതൊരു ഫ്ലോക്ക്, ഒരു ആട്ടിൻകൂട്ടമാണ്. അതിനൊരു ഇടയൻ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഏഴാമതായിട്ട്, സഭ ഒരു കൃഷിത്തോട്ടമാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്ന് നാം 1 കൊരിന്ത്യ ലേഖനം 3:9 വായിക്കുന്നു. ഇറ്റ്സ് എ ഫീൽഡ്, ഒരു കൃഷിത്തോട്ടമാണ്. ദൈവം ഹിതകരമായ പലതിനെയും കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കണം എന്ന് നാം വായിക്കുന്നത്. എട്ടാമതായിട്ട്, സഭ ഒരു സൈന്യമാണ്. ഇറ്റ്സ് ആൻ ആർമി. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുണ്ട്. എഫേസ്യ ലേഖനം 6:12 പോരാട്ടമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. 9, സഭ ഒരു വിളക്കാണ്, ലൈറ്റ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. മത്തായി 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ വായിക്കുക. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ സഭകളെ നിലവിളക്കുകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. വിളക്കാണ്. 10-ാമതായിട്ട്, സഭ ഒരു ഭവനമാണ്, ഹൗസ് ഹോൾഡ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം അവന്റെ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ, സഭയെ എന്തിനോടൊക്കെ ഉപമിക്കാം എന്ന് ചോദിച്ചാൽ, സഭയൊരു കുടുംബമാണ്, സഭയൊരു കൂട്ടായ്മയാണ്, സഭയൊരു ശരീരമാണ്, സഭയൊരു കെട്ടിടമാണ്, സഭയൊരു പാഠശാലയാണ്, സഭയൊരു ആട്ടിൻകൂട്ടമാണ്, സഭയൊരു കൃഷിത്തോട്ടമാണ്, സഭയൊരു സൈന്യമാണ്, സഭയൊരു വിളക്കാണ്, സഭയൊരു ഭവനമാണ്. ഇതറിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെരുമാറാം, എങ്ങനെ ഗുണമെടുക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് നമ്മളെ ദത്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ റെസ്പോൺസിബിൾ ബിഹേവിയർ ആയിരിക്കണം അവിടെ നമുക്ക് ആവശ്യം. ഒരു കൂട്ടായ്മയാണെന്ന് പറയുമ്പോൾ നാം കൂട്ടായ്മ ആചരിക്കണം. ഇൻ കോമൺ, എല്ലാം പൊതുവായിട്ട് കാണാൻ നമുക്ക് കഴിയണം. ശരീരമാണെന്ന് പറയുമ്പോൾ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. വ്യാജമോ ഒളിച്ചു വെക്കുന്നതോ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു കെട്ടിടമാണെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമർപ്പിതമായിട്ട് ഇരുന്നു കൊടുക്കണം, എങ്കിലേ ഈ പണി ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു പാഠശാലയാണെങ്കിൽ നാം പഠിക്കുന്നവരായിരിക്കണം, ഗ്രഹിക്കുന്നവരായിരിക്കണം, തിരുത്തുന്നവരായിരിക്കണം, വഴക്ക് കേൾക്കുന്നവരായിരിക്കണം. ആട്ടിൻകൂട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ നയിക്കുന്ന ഒരു ഇടയൻ കാണും, ആ ഇടയനെ അനുഗമിക്കുന്ന ആളുകളായിരിക്കണം. ഒരു കൃഷിത്തോട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുന്ന ആ കൃഷിയുടെ വിവിധ ഭാഗങ്ങൾ നോക്കിയാൽ
നനയ്ക്കുന്നു, കളയെടുക്കുന്നു, ഫലമെടുക്കുന്നു. ആ സ്റ്റേജുകൾ കൂടിയൊക്കെ കടന്നുപോയി ധാരാളം ഫ്രൂട്ട് ഈൽഡിങ്, ധാരാളം ഫലം കായ്ക്കുന്ന ആളുകളായിട്ട് മാറണം. ഒരു സൈന്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് പോരാട്ടത്തിനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഒരു ശത്രു ഉണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. ശത്രു നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് നാം അനുവദിക്കാൻ പാടില്ല. ഒരു വിളക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അതാണ് വിളക്കിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. എണ്ണയില്ലാതെ, തിരിയില്ലാതെ, കരിന്തിരി മുറിക്കാതെ ഇരിക്കുന്ന ഒരു യൂസ്ലെസ് വിളക്കായിട്ടിരിക്കാനല്ല. വിളക്ക് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നതായിരിക്കണം. നാം ഒരു ഭവനമാണ് എന്ന് പറയുമ്പോൾ ഈ ഭവനത്തിൽ ദൈവം ഉണ്ടാകണം. ഒരാൾക്ക് വസിക്കാനായിട്ട് കഴിയണം. അവിടെ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത് പോലെ റെസ്റ്റ് കിട്ടണം, റിഫ്രഷ്മെന്റ് കിട്ടണം, റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കണം. അതെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഭവനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സഭയെക്കുറിച്ച് വിവിധ ചിത്രങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും വിശദമായിട്ട് ഗ്രഹിക്കുകയും ചെയ്തിട്ട് അതേ തരത്തിൽ രൂപാന്തരപ്പെടുവാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് ക്രിസ്തുവിൽ വളരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരല്പം കൂടെ ഒന്ന് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സഭ ഒരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ നാം പരസ്പര വിശ്വാസമുള്ളവരും പരസ്പര ബഹുമാനമുള്ളവരും പരസ്പര സഹകരണമുള്ളവരും പരസ്പര സ്നേഹമുള്ളവരായിരിക്കുകയും ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കുടുംബത്തിലുള്ള ആളുകൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം, പരസ്പര വിശ്വാസമുള്ളവരായിരിക്കണം, അവർ പരസ്പരം സഹകരിക്കുന്നവരായിരിക്കണം, പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. ഒരു വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ സഭയിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് എങ്ങനെ വളരാനായിട്ട് സാധിക്കുന്നത്? പരസ്പര വിശ്വാസവും ബഹുമാനവും സഹകരണവും സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ജയങ്ങൾ ഉണ്ടാകാം, തോൽവികൾ ഉണ്ടാകാം, നേട്ടങ്ങൾ ഉണ്ടാകാം, കോട്ടങ്ങൾ ഉണ്ടാകാം. അതെല്ലാം മറ്റുള്ളവരുമായി ആത്മാർത്ഥമായി പങ്കിടണം. പരസ്പരം പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും നാം ഒരുമിച്ച് നീങ്ങണം. അങ്ങനെ ഒന്നായി നീങ്ങുന്നതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരുമിച്ച് സന്തോഷിക്കണം, ഒരുമിച്ച് ദുഃഖിക്കണം, ഒരുമിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നാം അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ ഒരുമിച്ചിരുന്ന് അപ്പം നുറുക്കി, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, സകലവും പൊതുവായിരുന്നു, ദിനം പ്രതി കൂടി വന്നു, ഉല്ലാസമുണ്ടായിരുന്നു, ഹൃദയപരമാർത്ഥതയുണ്ടായിരുന്നു, ദൈവത്തെ സ്തുതിച്ചു എന്ന് ഒക്കെ നാം വായിക്കുന്നത്. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ സഭകളിലും അല്ലെങ്കിൽ യഥാർത്ഥ ദൈവസഭയിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭ ഒരു ശരീരമാണ് എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായിട്ട് പരസ്പരം കരുതുകയും ആർദ്രതയോടെ ബലഹീനരെ സഹായിക്കുകയും ഹൃദയപൂർവ്വം തമ്മിൽ സ്നേഹിക്കുകയും വേണം. ഇതിൽ പുതുതായി ജനിച്ചു വന്ന ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ പങ്കുണ്ട്. മൂത്ത ആളുകൾ അവിടെ ഉണ്ടാവും. നേരത്തെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ കാണും. അവരും നിങ്ങളും തമ്മിൽ ഒരു ഉറ്റ സ്നേഹബന്ധവും സഹകരണവും കരുതലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് പോകുന്നതിനും ആത്മീയമായിട്ട് വളരുന്നതിനും കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ എഫേസ്യ ലേഖനം 4:16 ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. നാം ഈ ശരീരമാകുന്ന സഭയിൽ അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുമ്പോൾ ശരീരം മുഴുവൻ യുക്തമായി ചേരണം, ഏകീഭവിക്കണം. ഓരോ അംഗത്തിനും ആ അംഗത്തിന്റെ വ്യാപാരം, അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന ഉദവി, സപ്ലൈ ലഭിക്കാനായിട്ടുണ്ട്. എന്നിട്ട് അത് സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. ഇത് ഒരു ശരീരത്തിൽ നടക്കുന്ന കാര്യമാണ്. രക്തം എല്ലാ ശരീരഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്ത് വിടുന്നത് പോലെ ആ രക്തം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ബോഡി പാർട്ട് ഗാംഗ്രീൻ അല്ലെങ്കിൽ ജീവനില്ലാത്ത നിർജീവമായി പോയിട്ട് അത് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരാതിരിക്കുവാനായിട്ട് സഭയോട് അങ്ങനെ ഇഴുകിച്ചേർന്ന് പരസ്പരം കരുതി സ്നേഹിച്ച് ഒന്നായി മുന്നോട്ട് പോകേണ്ടതാണ്. സഭ ഒരു കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മളെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിന്മേൽ പണിതു വരുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് കർത്താവിന്റെ ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മെ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിനയത്തോടും താഴ്മയോടും കൂടെ ഇരിക്കണം. ഒരു കെട്ടിടത്തിൽ കല്ലും മരവും ഇരുമ്പും അലൂമിനിയവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്ന് എവിടെ വെച്ചിരിക്കുന്നുവോ അവിടെ അവർ വളരെ വിനയത്തോടെ കൊല്ലങ്ങളായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന കെട്ടിടം എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്ന് ചിന്തിക്കുക. അതിൽ വെച്ച ഓരോ കല്ലുകളും ആ വെച്ചെടുത്ത് തന്നെ ഇത്രയും കാലം താഴ്മയോടും വിനയത്തോടും തന്നെത്താൻ താഴ്ത്തി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കെട്ടിടം അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സുകളിലൊക്കെ ചിന്തിച്ചതുപോലെ ഒരിക്കലും തന്നെത്താൻ ഉയർത്താനോ അഹങ്കരിക്കാനോ ആലങ്കാരികമായി താഴ്ത്തുവാനോ ഒന്നും പാടില്ല. സുബോധമായി ഭാവിച്ചുകൊണ്ട് നമ്മളുടെ ദൗത്യം മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് പൂർണ്ണ വിനയത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ശുശ്രൂഷ നിർവടിയായി നിവർത്തിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ, നോ ആക്ടിങ്, നോ ബാക്ക് ബൈറ്റിംഗ്, നോ ഇമിറ്റേറ്റിംഗ്, ബി ഹംബിൾ ആൻഡ് ബി റിയൽ. യാഥാർത്ഥ്യബോധമുള്ളവരായി അഭിനയിക്കുന്നവരായിട്ടല്ല, പിന്നിൽ നിന്ന് കുത്തുന്നവരായിട്ടല്ല, പാര വെക്കുന്നവരായിട്ടല്ല, അനുകരിക്കുന്നവരായിട്ടല്ല, താഴ്മയുള്ളവരും വിനയമുള്ളവരും ക്ഷമയുള്ളവരും ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരുമായി നാം കെട്ടിടത്തിൽ ഓരോ സാധനങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ നമ്മളും നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചാണ് ഈ വളർച്ച സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. സഭ ഒരു പാഠശാലയാണ്, ഒരു സ്കൂളാണ് എന്ന് പറയുമ്പോൾ നാം അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് നാം ക്രിസ്തുവിന്റെ സ്നേഹവും അവന്റെ ക്ഷമയും ഒക്കെ ഗ്രഹിക്കണം. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. എഫേസ്യ ലേഖനം 3:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാരോട് കൂടെ ഗ്രഹിക്കണം. അവന്റെ സ്നേഹത്തെ അറിയണം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. അതുകൊണ്ട് ആ തലയിലൊക്കെ നമ്മൾ എത്താനായിട്ടാണ് ഞാൻ കഴിഞ്ഞ സന്ദേശം നിങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം സഭയിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും വിവിധ ശുശ്രൂഷകളൊക്കെ കൊടുത്ത് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം പഠിച്ച് ബിരുദങ്ങൾ എടുത്ത് ശരിയായിട്ടുള്ള ഒരു നിലയിലാകുമ്പോഴാണല്ലോ ഉദ്യോഗത്തിനായിട്ട് അല്ലെങ്കിൽ പ്രത്യേക തൊഴിലിനായിട്ടൊക്കെ നമ്മളെ നിയമിക്കുന്നത്. ശിശുക്കളായിരിക്കാതെ ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ നാം പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് ഒരു പാഠശാലയിൽ നാം ക്രമമായി പോയി പഠിക്കുന്നത് പോലെ വിശുദ്ധന്മാർ ക്രമമായി കൂടി വരണം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങളുടെ കൂടിവരവുകൾ ആത്മീയ വർധനയ്ക്കും പഠനത്തിനും സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാനായിട്ട് കാരണമായി തീരണം. നാം ഒരുമിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ചെയ്ത് ഒരു വീട്ടിലൊരു ശിശു വളരുന്നത് പോലെ പ്രായമുള്ളവരുടെ കൂടെ ആദ്യകാലത്തെ പോലെ അല്ല, ഓരോ കൊല്ലം കഴിയും തോറും അവർ ആ ഭവനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് വളർന്ന് അവരെ പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തുന്നത് പോലെ ദൈവസഭയിലും പുതുതായി ജനിച്ചു വന്ന ആളുകൾക്ക് ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭ ഒരു ആട്ടിൻകൂട്ടമാണെന്ന് പറയുമ്പോൾ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഞാൻ വായിച്ചു. ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് നടക്കുന്ന ആടുകളായിരുന്നു. എന്നാൽ ഒരു ഇടയൻ കാണാതെ പോയ നമ്മളെ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടാണ് വന്നത്. തേടിപ്പിടിച്ചു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. മടങ്ങി വന്ന് ആട്ടിൻകൂട്ടത്തിലായിരിക്കുമ്പോൾ നാം ആട്ടിൻകൂട്ടത്തെ നടത്തുന്ന ഇടയനെ അനുഗമിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് മൂപ്പന്മാർക്ക് കീഴടങ്ങണം. അതാണ് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. മാതൃകയുള്ള അധ്യക്ഷത എവിടെയുണ്ട്? ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങുന്നുണ്ട്. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കുന്നുണ്ട്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നറിഞ്ഞ് ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യുന്നില്ല. താഴ്മയുള്ളവർക്ക് അവൻ വളരെ കൃപ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നു. അവിടെ ഒരാട്ടിൻകൂട്ടത്തിൽ ഒരാട് ഇടയന്റെ പുറകെ പോകുന്നത് പോലെ, ഇടയന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നത് പോലെ. ഇടയന്റെ കയ്യിൽ വടിയും കോലും ഒക്കെ ഉണ്ട്. വടി കൊണ്ട് ചിലപ്പോൾ അടിയും, കോലുകൊണ്ട് പെടലിക്ക് പിടിച്ച് നേരെ വിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തന്നെ വിധേയപ്പെടുത്തി പോകണം. ഈ പറഞ്ഞതിന് ചുരുക്കം, നാം സ്വതന്ത്രരായി നടക്കാതെ, പ്രത്യേകിച്ച് ഇൻഡിപെൻഡന്റ് സഭകളിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആർക്കും വിധേയപ്പെടാനായിട്ടില്ല, കീഴ്പ്പെടാനായിട്ടില്ല, ഞങ്ങൾ സ്വതന്ത്രരായിട്ട് അങ്ങനെയല്ല. വി ആർ ഡിപ്പെൻഡന്റ്. ഇൻഡിപെൻഡന്റ് ബട്ട് ഡിപ്പെൻഡന്റ്. സ്വതന്ത്രം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സഭകളുടെ സ്വാധീനത്തിന്റെ കീഴിലല്ലെന്നാ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കീഴിലാണ്. അതുകൊണ്ട് അതിന് കീഴ്പ്പെട്ടിരിക്കണം, ഡിപ്പെൻഡന്റ് ആയിരിക്കണം, അധികാരത്തിനും വ്യവസ്ഥയ്ക്കും ഒക്കെ കീഴ്പ്പെടണം. പരസ്പര ആശ്രയം നമുക്ക് വേണം, സഹകരണം വേണം. ആളുകൾ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സഹകരിച്ച് ആത്മാക്കളുടെ ഇടയനെ അനുഗമിക്കുന്നത് പോലെ ദൈവമാക്കിയ നേതാവിനെയും നേതൃത്വത്തെയും അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഞാനിതേക്കുറിച്ച് കഴിഞ്ഞ സന്ദേശത്തിലും പറഞ്ഞിരുന്നുവല്ലോ.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അങ്ങനെ മുമ്പോട്ട് നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു നല്ല പ്രയോജനമുള്ള ക്രിസ്ത്യാനിയായിട്ട്, വിശ്വാസിയായിട്ട് വളർന്നു വരുവാനായിട്ട് കഴിയുന്നത്. സഭ ഒരു ഭവനമാണ് എന്ന് പറയുമ്പോൾ, നേരത്തെ കുടുംബം എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ ഭവനം എന്നാണ് പറയുന്നത്. നാം അവന്റെ ഭവനമാകുന്നു എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 1 തിമോത്തി 3:15 സഭയാം ദൈവാലയം, സഭ ഒരു ദൈവാലയം, ഒരു ആലയമാണ്, ഒരു ഭവനമാണ് എന്ന് വായിക്കുന്നുണ്ട്. കെട്ടിടം നേരത്തെ പറഞ്ഞു, കെട്ടിടം ഭവനമാകണമെങ്കിൽ അതിനകത്ത് ജീവിക്കുന്ന ആളുകൾ അതിനെ ഒരു ഭവനമാക്കുമ്പോഴാണ്. പല കെട്ടിടങ്ങളും ഭവനമായിരുന്നത് പിൽക്കാലത്ത് ഓഫീസുകളായി മാറിയതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു കെട്ടിടമായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനകത്തൊരു ഭവനം വേണം. There must be a family in the house. ഈ കെട്ടിടത്തിനകത്ത് ഒരു കുടുംബം ഉണ്ടാകണം. അപ്പൊ നമ്മള് ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തി നമ്മോട് കൂടെ വസിക്കാൻ ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് നാം ക്രിസ്തുവിന്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരും ഭവനത്തിൽ വരുന്നവർക്ക് വിശ്രമവും ഉന്മേഷവും ലഭിക്കത്തക്ക തരത്തിൽ, റെസ്റ്റ് ആൻഡ് റിഫ്രഷ്മെന്റ് ലഭിക്കത്തക്ക തരത്തിൽ ആളുകൾ അനേകർ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന, സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന അവസരങ്ങളുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അനേകർ വന്ന് വിശ്രമിക്കുകയും ആശ്വസിക്കുകയും ഉപദേശം തേടുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മളുടെ സഭ ഇരിക്കേണ്ടതാണ്. ഇതിനകത്ത് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തർക്കും അതിനകത്ത് കാഴ്ചപ്പാടുകളും ഗൗരവമായിട്ടുള്ള സമർപ്പണവും ആവശ്യമാണ്. 8-ാമതായിട്ട് സഭ ഒരു കൃഷിത്തോട്ടമാണ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1 കൊരിന്ത്യർ ലേഖനം 3:9 നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് നാം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ശ്രദ്ധിക്കണം. ദൈവവചനം ആകുന്ന മഴ, പരിശുദ്ധാത്മാവാകുന്ന മഴ, കൃപയുടെ മഴ. ഞാൻ 3 മഴകളെ കുറിച്ച് സൂചിപ്പിച്ചു. ദൈവവചനമാകുന്ന മഴ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മാരി, കൃപയുടെ മാരി. ഇതൊക്കെ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാക്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ധാരാളമായ മഴ നമ്മളുടെ മേൽ ചൊരിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട സമയം മുതൽ, സഭയിൽ വന്ന സമയം മുതൽ കൃപയുടെ മഴയും വചനത്തിന്റെ മാരിയും ആത്മാവിന്റെ മാരിയും ഒക്കെ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ധാരാളം മഴ കുടിച്ചിട്ട് നാം ഹിതകരമായ സസ്യങ്ങളെ വിളയിക്കുന്നില്ല. മുള്ളും പറക്കാരെയും ഞെരിഞ്ഞിലും ഒക്കെയാണ് മുളപ്പിക്കുന്നതെങ്കിൽ അത് ചുട്ടുകളയുക എന്നാണ് അതിന്റെ അന്ത്യം. അതിന്റെ അർത്ഥം അത് വേണ്ട തരത്തിൽ കർത്താവിൽ വളർന്നില്ല എന്നാണ്. വേണ്ടാത്ത തരത്തിലാണ്, വൈൽഡ് ഗ്രോയിങ് ആയിരുന്നു, ചെത്തി വെടിപ്പാക്കി അല്ല വന്നതെന്ന് അതിന്റെ അർത്ഥം. കർത്താവിന്റെ വിധക്കാരന്റെ ഉപമ ഓർത്താൽ, ആ നല്ല മണ്ണിൽ വീണതെന്ന് പറഞ്ഞാൽ വചനം കേട്ട് ഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നതാണ്. ഈ കേട്ട കാര്യങ്ങൾ, മഴയായിട്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നു. വളരെയധികം ഫലം കായ്ക്കണം. നിങ്ങൾ നീതിഫലം നിറഞ്ഞു വരണം, ദൈവത്തിന് ഫലം കായ്ക്കണം. അങ്ങനെ ഫലം കായ്ക്കുന്നെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളൂ. നമുക്ക് ആഗ്രഹം വരും, എനിക്ക് കൂടുതൽ മഴ വേണം, കൂടുതൽ മഴ കിട്ടിയെങ്കിലേ എനിക്ക് കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ദൈവം കൂടുതൽ മഴ, ദൈവം നമ്മുടെ മേൽ ആത്മമാരി, ദൈവം നമ്മുടെ മേൽ വചനമാരി, കൃപാമാരി ഇനിയും ചൊരിയട്ടെ. അങ്ങനെ ലഭിക്കുന്ന മഴകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മഴ ലഭിക്കുന്ന കൂട്ടത്തിൽ കളകളും നന്നായിട്ട് വളരും എന്നും അറിഞ്ഞിരിക്കണം. കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കളയെടുത്ത് കളയുക, കള തീയിലിട്ട് ചുട്ട് കളയുക എന്നുള്ളത്. കർത്താവ് ഒരു ഉപമയില് രണ്ടും ഒരുമിച്ച് വളർന്നോട്ടെ എന്ന് പറഞ്ഞത് ശരിയാണ്, അത് ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കളകളെ അപ്പോഴപ്പോൾ നാം മാറ്റിക്കളയുകയും നാം അപ്പോഴപ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഫലത്തെ നിഷ്ഫലമാക്കി കളയാനായിട്ട് ചെറു കുറുക്കന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ച് കൊന്നുകളയേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ കൊയ്ത്തോളമൊക്കെ വരുമായിരിക്കും, എങ്കിലും കഴിവതും ഇങ്ങനെയുള്ളതെല്ലാം വീഡ് ഔട്ട് ചെയ്ത് ക്ലിയറാക്കി നല്ലൊരു കൃഷി, നല്ലൊരു ഫലം കർത്താവിനായിട്ട് കാഴ്ചവെക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് ആത്മീയമായിട്ട് ഫലം കായ്ക്കുവാനായിട്ട്, നമ്മുടെ സ്വഭാവം രൂപപ്പെടുവാനും നല്ല സാക്ഷ്യം കൊടുക്കുവാനായിട്ടും, ഫലം മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയാണല്ലോ കൊടുത്ത് അനേകരെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. 9-ാമതായിട്ട് സഭയെക്കുറിച്ച് നമ്മൾ പരാമർശിച്ച ഒരു കാര്യം, സഭ ഒരു സൈന്യമാണ് എന്നാണ്. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് നാം കണ്ടല്ലോ. അപ്പൊ നമ്മളെ എതിർക്കുന്ന പോരാട്ടം പുറത്തു നിന്ന് നമുക്ക് പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടൊക്കെയാണ്. അതുകൊണ്ട് സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ പോരാട്ടം പഠിക്കുന്ന ഒരു സ്ഥലമാണ് സഭ എന്ന് പറയുന്നത്. ധാരാളം അന്യ വ്യാപാരങ്ങളും പൈശാചിക തന്ത്രങ്ങളും ഒക്കെ സഭയ്ക്കെതിരെ വരും. ആദ്യം വായിച്ച വാക്യം ഓർക്കുക, ഞാൻ എൻ്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതിന്റെ അർത്ഥം പാതാള ഗോപുരങ്ങൾ ആഞ്ഞടിക്കും എന്നാണ്. അങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അവയെ എതിർത്ത് തോൽപ്പിക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് ആത്മാവിന്റെ വാളാകുന്ന വചനവും ഒക്കെ എടുത്ത് നാം ജാഗ്രതയോടെ പോരാട്ടത്തിനായിട്ട് ഒരുങ്ങി നിൽക്കേണ്ടതാണ്. അത് മാത്രമല്ല, 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നമ്മൾ പോരാടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡപ്രകാരം പോരാടുക അല്ല ചെയ്യുന്നത്, നാം ആത്മാപ്രകാരമാണ് പോരാടുന്നത്. ആത്മാവിന്റെ ആയുധങ്ങളാണ് നാം ധരിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ ഉന്നതിക്ക്, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിരോധമായിട്ട് പൊങ്ങുന്ന എല്ലാ ഉന്നതികളെയും എല്ലാ ചിന്തകളെയും പിടിച്ചടക്കുകയും ഇടിച്ചു കളയുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അനുസരണം തികഞ്ഞു വരേണ്ടതായിട്ട് വരും. അങ്ങനെ തികഞ്ഞ ഒരു ക്രിസ്തീയ പാതയിൽ നാം മുന്നേറാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയും പൈശാചിക സ്വാധീനങ്ങളും, ബിക്കോസ് മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് സൈറ്റൻ, ജഡത്തിന്റെ ചിന്തകളും ലൗകിക മോഹങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. അതിനെ ക്രമീകരിക്കണം. പുറത്ത് ഉണ്ടാകുന്ന പോരാട്ടങ്ങളെ നേരിടണം. അകത്തും പുറത്തും യുദ്ധം ഉണ്ടാകാം. അതിനെയൊക്കെ നേരിടുവാനായിട്ടുള്ള കരുത്ത് സഭയിലാണ് നാം പ്രാപിക്കുന്നത്. ശത്രു നമ്മളെ ആക്രമിക്കുമെന്ന് അറിയണം. പാതാള ഗോപുരങ്ങൾ നമ്മളോട് പോരാടും എന്നറിയണം. നാം ഉണർന്നിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം, ഉറച്ചു നിൽക്കണം, ഐക്യതയും ധൈര്യവും ഉള്ളവരായിരിക്കണം. സാത്താന് ഒരു തരത്തിലും അധീനപ്പെടരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവനോട് എതിർത്ത് നിൽക്കണം. അവൻ ശക്തിശാലിയല്ല, തന്ത്രശാലിയാണ് എന്ന് അറിഞ്ഞിരിക്കണം. സാത്താന്റെ അധീനതയിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകി ജയത്തോടെ മുന്നേറുന്നതിനാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ദൗത്യത്തിൽ നമുക്കൊരു വലിയ പങ്കുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. 10-ാമതായിട്ട്, സഭയൊരു വിളക്കാണ് എന്ന് പറഞ്ഞത് ഓർക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ അത് മറഞ്ഞിരിക്കാൻ പാടില്ല, അത് മൂടി വെക്കാനായിട്ട് പാടില്ല, തന്മേലാണ് വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വം വരേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. പുസ്തകം എടുത്തുകൊണ്ട് വന്ന് സഭയിലിരുന്ന് ആരാധിക്കുന്നവരും പുറത്തോട്ടിറങ്ങി തോന്നിവാസം പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരുമായിട്ട് ഇരിക്കുവാനല്ല. സൽപ്രവൃത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിൽ നാം ശുഷ്കാന്തിയുള്ളവരും ഉത്സാഹമുള്ളവരുമായിരിക്കണം എന്ന് ലേഖനങ്ങളിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തീത്തോസിന്റെ ലേഖനം വായിക്കുക. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ ശോഭിക്കണം എന്നാണ്. ദൈവവചനം നാം പ്രമാണിക്കും തോറും, ആചരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരികയും നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, ലോകത്തിന്റെ വെളിച്ചമായിട്ട്, യേശുവാണ് ലോകത്തിന്റെ വെളിച്ചം, നമ്മളും വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ഉയർത്തി കാണിക്കുവാനായിട്ട്, അവനെ ഉയർത്തിയാൽ മാത്രമേ എല്ലാവരും അവനിലേക്ക് ആകൃഷ്ടരാകുകയുള്ളൂ. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇരുട്ടിനെ അകറ്റിക്കളയുക എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള അന്ധകാരത്തെ അകറ്റി മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് നല്ല പ്രവൃത്തികൾ ചെയ്ത് അജ്ഞത അകറ്റി, മരണം അകറ്റി, ദാരിദ്ര്യം അകറ്റി, അധാർമികത അകറ്റി, രോഗം അകറ്റി, വെറിക്കൂത്തുകൾ അകറ്റി ഒരു ലൈറ്റായിട്ട് ഷൈൻ ചെയ്യാനായിട്ട്, ഈ ലോകത്തിൽ കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. ഇതിലെല്ലാം ഒരു പുതിയ വിശ്വാസി പങ്കാളിയാകുമ്പോഴാണ് അവന് വ്യക്തിത്വം വികസിച്ച്, ആത്മീയ വ്യക്തിത്വം വികസിച്ച് പ്രയോജനമുള്ള, ക്രിസ്തു എന്ന തലയോളം വളരുന്ന ഒരു യുവാവായിട്ടും ഒരു പിതാവായിട്ടും, യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, പിതാക്കന്മാരെ. തുടങ്ങിയത് കുഞ്ഞുങ്ങളായിട്ടായിരിക്കാം, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബാല്യക്കാരാകണം. ബാല്യക്കാരെ, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മള് വചനം നമ്മളിൽ വസിച്ച് ദുഷ്ടനെ ജയിച്ച് ബലശാലികളായിട്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ആഗ്രഹിക്കുകയും നമ്മളെ തന്നെ അതിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ 10 കാര്യങ്ങളും ഞാൻ ഒരിക്കൽ കൂടി ചുരുക്കമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ തീരാവുന്നതല്ല. എങ്കിലും ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഭയൊരു കുടുംബമാണ്. അവിടെ നമുക്ക് പരസ്പര വിശ്വാസവും ബഹുമാനവും സഹകരണവും സ്നേഹവും ആവശ്യമാണ്. സഭയൊരു കൂട്ടായ്മയാണ്. ആത്മാർത്ഥമായ പങ്കിടൽ, ആത്മാർത്ഥമായ ജയപരാജയങ്ങളുടെ ഒക്കെ പങ്കിടൽ ആവശ്യമാണ്. പരസ്പരം താങ്ങണം, കരുതണം. ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കണം, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം.
കരയുന്നവരുടെ കൂടെ കരയണം. അത് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കൂട്ടായ്മ ആചരിക്കണം, ശരീരമാണ്, പരസ്പരം കരുതണം, സഹായിക്കണം, ഹൃദയപൂർവ്വം നമ്മിൽ തന്നെ പ്രസാദിക്കാതെ, നമ്മെ തന്നെ സ്നേഹിക്കാതെ പരസ്പരം ഉറ്റു സ്നേഹിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വാക്കുകൊണ്ടും നാക്കുകൊണ്ടും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും നാം സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നവരും കരുതുന്നവരും ആയിരിക്കണം. ഇതൊരു കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ നമ്മെ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിനയത്തോടും താഴ്മയോടും കൂടെ ഇരിക്കണം. പൂർണ്ണ വിനയം, പൂർണ്ണ സഹകരണം, പൂർണ്ണ സന്തോഷം. പരാതിയില്ല, ആവലാതികളില്ല, എതിർപ്പുകളില്ല. അതെല്ലാം പഴയ മനുഷ്യനിൽ നിന്ന് വരുന്നതാണ്. അതിനെയൊക്കെ നീക്കിക്കളഞ്ഞ് ആത്മാവിന്റെ നവീകരണത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പണിയപ്പെടുവാനിടയാകുന്നത്. ഒരു പാഠശാലയാണെന്ന് പറയുമ്പോൾ കൂട്ടായ്മയ്ക്കായിട്ട് റെഗുലറായിട്ട് കൂടി വരണം, ക്രമമായിട്ട് കൂടി വരണം. കൂടി വന്നാൽ മാത്രം പോരാ, പഠിക്കണം, തിരുത്തണം, സൽപ്രവൃത്തികൾക്ക് ഉത്സാഹം വരണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണം, ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയണം, നമ്മളെ കൊണ്ട് പ്രയോജനം ആളുകൾക്ക് ഉണ്ടാകണം. ആട്ടിൻകൂട്ടമാണെന്ന് പറയുമ്പോൾ ഒരിക്കൽ വഴിതെറ്റി സ്വന്തം താല്പര്യപ്രകാരമൊക്കെ നടന്നതാണെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അതിന് കീഴ്പ്പെട്ടിരിക്കണം, നേതാവിന്റെ പുറകെ പോകണം, സ്വതന്ത്രമായി നടക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കരുത്. പരസ്പര ആശ്രയം, സഹകരണം, നേതാവിന്റെ പിന്നാലെ അനുസരിച്ച് കീഴടങ്ങി മുന്നോട്ട് പോകുന്ന, അവനെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതചര്യയാണ് പുതുതായി ജനിച്ച ഒരാളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ഭവനമാണ് എന്ന് പറയുമ്പോൾ കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് റെസ്റ്റും റിഫ്രഷ്മെന്റും ലഭിക്കണം. ആ തരത്തിൽ നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മളെ കാണുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ, നമ്മളൊന്ന് ചിരിക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു റെസ്റ്റ്ഫുൾനെസ്, ഒരു റിഫ്രഷിംഗ് ആയിട്ട് അവർക്ക് തോന്നണം. അതോ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ ഇതാ വരുന്നുണ്ട്, ഓടിക്കോ എന്ന് പറയുന്ന ഒരു പ്രകൃതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കൃഷിത്തോട്ടമാണെന്ന് പറയുമ്പോൾ ദൈവം ധാരാളം മഴ പെയ്യ്ക്കുന്നുണ്ട്, പലതരത്തിലുള്ള മഴകൾ പെയ്യ്ക്കുന്നുണ്ട്. അതെല്ലാം കുടിച്ചിട്ട് ഫലം ധാരാളം കായ്ക്കണം, അനേകർക്ക് ഇതിൽ നിന്ന് ഫലം പറിച്ച് തിന്നുവാനായിട്ട് ഇടയാകണം. ഒരു ബാരൻ ട്രീ ആയിട്ടിരിക്കാനായിട്ടല്ല. ഒരു ഫലവും ഉണ്ടാകാത്ത ഒരു മരമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത്, ഇതിനെ വെട്ടിക്കളയുക എന്ന് ഉടമസ്ഥൻ പറയാനായിട്ട് ഇടയായി തീരും. അങ്ങനെ പറയാത്ത തരത്തിൽ ഇതൊരു അനുഗ്രഹമാണ്. എന്തുമാത്രം പ്രയോജനം ആളുകൾക്ക് ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പ്രയോജനം ഈ വൃക്ഷത്തെ കൊണ്ടുണ്ടാകുന്നുവല്ലോ. ഇതൊരു കൃഷിത്തോട്ടമാണ്, ധാരാളം നല്ല ഫലങ്ങൾ ഭുജിക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്ന് പറയാനായിട്ട് ഇടയായി തീരും. ഒരു സൈന്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിനെ ജയിക്കണം, ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം ഉറപ്പിക്കണം. നാം ജയത്തിലാണ് നിൽക്കുന്നത്, ജയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരല്ല. ഈ ജയത്തിൽ നിന്ന് ആരും നമ്മളെ തള്ളിയിടുവാനായിട്ട് ഇടയാകാതെ ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് മുന്നേറുന്നവരായിട്ടിരിക്കുവാൻ കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ പോരാട്ട വീര്യമുള്ളവരായിട്ട്, ഒരു മാർഷ്യൽ സ്പിരിറ്റ് ഉള്ളവരായിട്ടാണ് സഭയിൽ. പരസ്പരം പോരാടുന്നതിനല്ല, കാരണം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ജഡീക ചിന്തകളോടും ലൗകിക മോഹങ്ങളോടും ഒക്കെ പോരാടി ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 10ാമതായിട്ട് നാം ഒരു വിളക്കാണ്, ഒരു പ്രകാശമാണെന്ന് പറഞ്ഞപ്പോൾ മാതൃകാ ജീവിതം, നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മളെ കണ്ടിട്ടാണ്, വെളിച്ചം കണ്ടിട്ടാണ് ഇരുട്ടിൽ നിന്ന് അനേകർ വെളിച്ചത്തിലേക്ക് വഴി കാണേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നവരായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഇതെല്ലാം അഭ്യസിക്കുന്നതിന്, ഇതെല്ലാം കൂടെ ഒരു വായിൽ വിഴുങ്ങുവാൻ അല്ലെങ്കിൽ ഒറ്റ ശ്വാസത്തിൽ ഓർത്തിരിക്കുവാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ചില സൂചനകൾ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാമായിട്ടാണ് ദൈവം നമ്മളെ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഉറ്റിരിക്കുന്നതിനായിട്ടാണ് ദൈവം ആ സഭയിലേക്ക് വന്ന, ക്രിസ്തുവിലേക്ക് വന്ന ഒരാളെ സഭയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ വിവിധ വശങ്ങൾ പഠിച്ച്, അതിന്റെ വിവിധ വശങ്ങൾ ഗ്രഹിച്ച് വളർന്ന് ക്രിസ്തു എന്ന തലയോളം നാം എത്തുമ്പോഴാണ് നാം വളരുന്നു, നാം പ്രയോജനമുള്ളവരായിത്തീരുന്നു, മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയാണ്, ആത്മാക്കളെ നേടുന്നു. ഞാൻ മനുഷ്യരോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ പഠിച്ചു തുടങ്ങിയതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ദൈവത്തോട് സംസാരിച്ചു, ഇപ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നു എന്ന നിലയിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു രൂപാന്തരം എന്റെ ജീവിതത്തിൽ വരികയും ഒരു യഥാർത്ഥ സഭയായിട്ട് നമ്മൾ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആരെങ്കിലും സഭയിൽ കടന്നു വന്നാൽ വാസ്തവമായ ദൈവയുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വന്ന് അവൻ കവിണ്ണു വീണ് അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാൻ. ഇനി നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരപ്പെട്ട ജീവിതം നമ്മൾ നയിക്കുവാൻ, നമ്മളെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നതിനാണ് ദൈവം നമ്മളെ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സഭ എന്ന് ഗ്രഹിക്കണം, സഭയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അത് നമുക്ക് പഠിപ്പിച്ചു തരും.
അങ്ങനെ പെരുമാറുകയും അതിന്റെ ഗുണം നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ് നാം വളർന്ന് ക്രിസ്തു എന്ന തലയോളം എത്തുന്നതിന്. അതുകൊണ്ട് സഭയുടെ പ്രയോജനമെടുത്ത് ക്രിസ്തുവിൽ വളർന്ന് ആ തലയോളം എത്തുന്നവരായി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ കൊടുക്കട്ടെ. ഒറ്റയാന്മാരായിട്ട് നാം അവിടെ ഇവിടെ നടക്കുവാനല്ല, ദൈവം നമ്മൾ ഓരോ പ്രാദേശിക സഭകളിലാക്കിയിരിക്കുന്നുവെങ്കിൽ ആ സഭയോട് ചേർന്ന്, അതിന്റെ പ്രവർത്തനത്തോട് ചേർന്ന്, സഭയുടെ നേതൃത്വത്തോട് സഹകരിച്ച് കർത്താവിന് വളരെ പ്രയോജനം, വളരെ ഫലം കായ്ക്കുന്ന ആളുകളായി തീരുവാനായിട്ട് ഈ വചന കേൾവി നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്. അനാദി കാലം മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് സഭയെ ഞങ്ങൾ അറിയുന്നു. അത് തക്ക സമയത്ത് വെളിപ്പെടുത്തുവാനും കർത്താവേ അതിന്റെ വില കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുക്കുവാനും ദൈവത്വം ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ സഭ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നതിനും പ്രോപ്പറായിട്ട് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതിലും കർത്താവ് ഞങ്ങൾക്ക് വീഴ്ചയുണ്ട്, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങളത് ഉപേക്ഷിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. വരും ദിവസങ്ങളിൽ കർത്താവെ, ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചെയ്യേണ്ടത്, വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, തിരുത്തേണ്ട തിരുത്തലുകൾ, കർത്താവെ എടുക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. തിരുവചനത്തിനായി സ്തോത്രം, പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം, കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം, സഭയ്ക്കായി സ്തോത്രം, നേതൃത്വത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കർത്താവെ, ഞങ്ങൾ ശിശുക്കളായിട്ട് തന്നെ ഇരിക്കാതെ വളർച്ചയിൽ മുന്നേറുവാൻ തക്കവണ്ണം വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ താഴ്ത്തുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.